രാഷ്ട്രസ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്നെ സംഖ്യയാക്കാറുണ്ട്. ദാറ്റ് മീൻസ് വാട്ട്? BJP അല്ലെങ്കിൽ RSSകാരാണ് രാഷ്ട്രസ്നേഹത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ. വലിയൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ PR വർക്ക് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. PR വർക്ക് നടക്കുന്നത് എൻ്റെ പൈസ എടുത്തിട്ടാണ്. ഒരു പൊളിറ്റിക്കൽ വാറിലേക്ക് എത്തുമ്പോൾ അത് ഇതിലേതായിരിക്കും എളുപ്പം എന്നാണ് സാറിന് തോന്നുന്നത്? എളുപ്പം അതിർത്തിയിലാണ്. കാരണം നമ്മുടെ തോക്കുണ്ട്, മുമ്പിൽ നിൽക്കുന്നതിനെ കൊല്ലാനുള്ള അധികാരമുണ്ട്. പൊളിറ്റിക്സിൽ എന്താണെന്ന് മുമ്പിൽ നിന്ന് ചിരിച്ചു കാണിക്കുന്നവൻ. എന്തുകൊണ്ടാണ് എസ് പറയാൻ തീരുമാനിച്ചത്? ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഞാൻ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടി പോരാടാണ്. ഇന്ന് നിങ്ങളിവിടെ കാണുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം കോടീശ്വരന്മാരാണ്. ജനങ്ങൾ എന്നെ സാറേ എന്ന് വിളിക്കേണ്ട ആവശ്യം. ഈ രാഷ്ട്രീയം കാണിക്കാതെ ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ശമ്പളം പോലും നിങ്ങൾ തരണം. നിങ്ങൾ അയ്യപ്പൻ്റെ കക്കും ഗുരുവായൂരപ്പൻ്റെ കക്കും എല്ലാം കട്ടുമുടിപ്പിക്കാൻ വേണ്ടി എല്ലാം ദേവസ്വം ബോർഡിൽ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയം കാണിക്കുന്നതാണ്. നിങ്ങൾ ആരെയും മണ്ടന്മാരാക്കണം. ഗോവിന്ദൻ മാഷും ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇതെന്തോ കമ്മ്യൂണിസം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മറ്റതാണ് നവോത്ഥാനം ഒന്നുമല്ല. അവരിതിനിടയ്ക്ക് കൂടെ ഒരു കച്ചവടം നടത്തി നോക്കുക. നമസ്തേ. കേരളം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ ശ്രീ മേജർ രവിയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. നമസ്കാരം. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണോ മേജർ രവി? അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ആദ്യമായിട്ടാണ് ഞാനൊരു ഇലക്ഷന് യെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നോ എന്ന് പറയേണ്ട, യു ഗോട്ട് ടു എന്ന്. അപ്പോൾ ഏത് സ്ഥലം അത് നിങ്ങൾ തീരുമാനിച്ചോ പറഞ്ഞോളൂ എന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ സജഷൻ പറഞ്ഞത് ഞാൻ എറണാകുളത്തുണ്ട് ഇപ്പം താമസം, തൃപ്പൂണിത്തുറ അടുത്തല്ലേ, പാലക്കാടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ കണ്ടത് വിജയസാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്കും കൂടെ അഭിമാനത്തോടു കൂടെ പറയാം, യെസ് ഐ വർക്ക്ഡ്. മറ്റൊരാ ഒഴുക്കിൽ ചിലപ്പോൾ ഞാൻ ജയിച്ചു എന്ന് വരും. ഇത് കുറച്ച് പണിയെടുക്കേണ്ടി വരും ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റപ്പാലം. പിന്നെ ഇതെനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലമാണ്. ഇപ്പം ഞാൻ പല വീടുകളിലും കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ വീട്ടിലത്തെ അമ്മാവന്മാരെക്കുറിച്ചും അവരിവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടേക്കോ കുറേ ഫാമിലി ബന്ധങ്ങൾ കിടക്കുന്ന ഒരു ഫീല് അടുത്ത്, പട്ടാമ്പിക്ക് അടുത്ത്, ഞങ്ങാട്ടിൽ നിന്ന് അടുത്ത്. പക്ഷെ ഇവിടെ എൻ്റെ ആൾക്കാരിവിടെ വന്നിട്ടും പോയിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വള്ളുവനാടൻ സംസ്കാരം എന്ന് പറയുന്നത് ഒറ്റപ്പാലം പട്ടാമ്പിയാണ്. അങ്ങോട്ട് താഴത്തേക്ക് പോയാൽ കുറച്ച് തമിഴ് ചുവയിലേക്കായി. പക്ഷെ ആ വള്ളുവനാടൻ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഫീല് ഈ ഭാരതപ്പുഴ വക്കിന് നടക്കുന്ന ഒറ്റപ്പാലവും പട്ടാമ്പിയും വരയ്ക്ക്. കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മലപ്പുറം ടച്ചായി. സോ ഐ എം പ്രൗഡ് ഓഫ് മൈ പ്ലേസ് ആൻഡ് പ്രൗഡ് ഓഫ് മൈ റൂട്ട്സ്. അവിടെ എനിക്ക് നിൽക്കാനൊരു ചാൻസ് കിട്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും പബ്ലിക് സർവീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ that'll be more satisfying. So that's why I thought, okay, I'll stand here. Let me see. ഇപ്പോൾ എസ് പറയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എസ് പറയാൻ തീരുമാനിച്ചത്? ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അധികാരം, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കാണിക്കുന്ന ധാർഷ്ട്യങ്ങൾ, ഞാൻ വിചാരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ളത്. ഇന്ന് നിങ്ങളിവിടെ കാണുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം കോടീശ്വരന്മാരാണ്. അത് യുവജന കമ്മീഷൻ്റെ ചെയർപേഴ്സണായിരുന്ന ആളാണെങ്കിലും ശരി, ഇവരൊക്കെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയിട്ട് പോയിരിക്കുകയാണ്. എന്നിട്ട് പല ചെറുപ്പക്കാരോടും ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ, സാറേ ഞങ്ങളൊക്കെ അവരൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ ആടെ എന്നെ ഡയറക്റ്റ് വിളിക്കാനെന്ന് ചോദിക്കുന്ന ധാർഷ്ട്യം കാണിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ പാർട്ടിയിൽ നിന്ന് ഞാനൊക്കെ മാറി നിൽക്കാൻ കാരണം ഇവരെ പോലുള്ളവരുടെ ധാർഷ്ട്യം കണ്ടിട്ടാണ്. കമ്മ്യൂണിസ്റ്റിൽ ധാർഷ്ട്യമല്ല സാർ, ഞങ്ങൾ പാവപ്പെട്ടവന് വേണ്ടി പോരാടുന്ന വലിയ ആളുകൾ, നേതാക്കന്മാർ. ഇപ്പം അങ്ങനെയല്ല സാർ, പാവപ്പെട്ടവന്മാരെ പിഴിഞ്ഞ് എവിടെയും കക്കാം, എവിടെയും എന്ത് നുണയും പറയാം എന്നുള്ള ലെവലിൽ അത് പോയി. ആദ്യത്തെ 5 വർഷം ഒരുവിധം സഹിച്ചു. രണ്ടാമത്തെ 5 വർഷം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇതിനെ ചോദ്യം ചെയ്യാൻ എല്ലാവരും എന്താ മടിക്കുന്നു? കാരണം നിങ്ങൾ മുഖ്യമന്ത്രി എന്ത് കൊമ്പത്തെ ആളാണെങ്കിലും ശരി, നിങ്ങൾ ജനങ്ങളുടെ സേവകനാണ്. അല്ല അവരെ ധാർഷ്ട്യം മാറിക്കട അവിടുന്ന് അങ്ങോട്ട് മാറിക്കട. നിങ്ങൾ ആരും രാജാവ് കൊടുത്ത്, അത് രാജഭരണ കാലത്തായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് അപ്പോൾ ഞാൻ പറയും, ഇല്ല, എവിടെയെങ്കിലും അങ്ങനെയുള്ള ഈ അസംബ്ലികളിൽ ഇവർ കാണിക്കുന്ന ഈ
ഈ തിട്ടൂരം, അതിനെ ചോദ്യം ചെയ്യാൻ ഒരു പവർ വേണം, ഒരു പൊസിഷൻ വേണം. എനിക്ക് പുറത്തുനിന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലുള്ളൊരു അധികാരം ജനങ്ങൾ തരികയാണെങ്കിൽ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾ എന്നെ സാറേ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അതുപോലും കാണിച്ചു കൊടുക്കാം എങ്ങനെയായിരിക്കണം ഒരു MLA അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു മന്ത്രി. ഈ ധാർഷ്ട്യം കാണിക്കാതെ ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട്, ഞാനതും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ശമ്പളം പോലും നിങ്ങൾ തരണ്ടാവും. അതുപോലെ ഞാനൊരു MLA ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫണ്ടൊക്കെ രൂപീകരിച്ചുകൊണ്ട് അത് എൻ്റെ 7 പഞ്ചായത്തിലുള്ള ആളുകളെ വെച്ച് അതിൻ്റെ ഓരോരുത്തരായി അവിടെ നിന്ന് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു വർഷത്തിൽ 2 or 3 കല്യാണങ്ങൾ ഞങ്ങൾക്ക് നടത്തി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ പബ്ലിക് സെർവൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. നമ്മൾ ഈ കിട്ടുന്ന മുഴുവൻ കട്ടുവാരി തിന്നിട്ട് അത് വായിലും കൊള്ളില്ല, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തെറിച്ചിട്ട് കണ്ടവൻ്റെ പേരിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ അക്കൗണ്ട് നടത്തുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഇവരൊക്കെ ബിസിനസ്സും ഉണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ യെസ്, നമുക്ക് ജീവിക്കാൻ പൈസ വേണം. പക്ഷേ ജനങ്ങളെ പൈസ എടുത്ത് ചെയ്യില്ല. നീ അധ്വാനിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ അപ്പോഴത്തേക്കും വരും കുറേ കള്ളക്കേസുകൾ അതെന്തൊക്കെയായിട്ട്. ഞാൻ അവിടുന്ന് കട്ടുവിടുന്നിട്ട് ആരോ കട്ടുകൊണ്ട് പോയതിന് എൻ്റെ താഴത്തൊരു പേരുണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ 2 കേസ് ഫേസ് ചെയ്യുന്നു. ഒരു തണ്ടർ ഫോഴ്സ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഫോഴ്സിനകത്ത് അവനെ എനിക്കറിയാമായിരുന്നു. ഒരു ഓണം ആഘോഷത്തിന് പോയിട്ട് അവിടെ പോയതിന് ചേട്ടാ ആ പരിചയവും വെച്ചിട്ട് ചേട്ടാ ഞാൻ നിങ്ങളുടെ ഡയറക്ടർ. അപ്പോൾ ഇതിൻ്റെ ഒന്നും റിപ്രക്കേഷൻ നമുക്കറിയില്ല. ഓക്കെ എന്ന് പറയും. അവരെന്നെ കള്ളൊപ്പിട്ടിട്ട് ബോർഡിലാക്കിയിട്ട് പിന്നെ അവസാനം ഇവർ കട്ടുകൊണ്ടുപോയ പൈസ. അവരൊക്കെ ഇപ്പോൾ പിടികിട്ടാ പുള്ളികളാണ്. ഞാനൊന്നും പബ്ലിക്കിലുണ്ട്. പക്ഷെ കേസ് വരുന്നത് എന്താണ്? നിങ്ങൾ മാധ്യമക്കാർ മേജർ രവി 1.7 കട്ടു, അത് പോലീസ് അന്വേഷിച്ചിട്ട് തള്ളിക്കളയുന്നത് നിങ്ങളാരും പറയൂല. അങ്ങനെ ഇപ്പോൾ 2-3 കേസുകൾ ആ തണ്ടർ ഫോഴ്സിന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 30 കോടിയുടെ ഒരു കേസ്, അതിൻ്റെ ഇപ്പോൾ സ്റ്റേ ഓർഡറായി. അത് നിങ്ങളാരും കേട്ടില്ലല്ലോ. എന്തുകൊണ്ട് സ്റ്റേ ആവുന്നത്? കാരണം ആ കേസിനകത്ത് ഇനിയും വാദിക്കാനുണ്ട്. കാരണം അവർ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കള്ള കോപ്പിയും സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങൾ ഇതും സിനിമയും കൂടെ കാണണം. 2 കണ്ടിട്ടില്ല കോടതി. അപ്പോൾ എങ്ങനെ നിങ്ങൾ വിധി പറഞ്ഞിരിക്കുന്നത്? അതിനാണിപ്പോൾ ഹൈക്കോടതി എന്തെന്ന് അവിടെ പോയിട്ട് ഡിസ്ട്രിക്ട് കോർട്ട് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങളറിയില്ല. അപ്പോൾ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് പലതും പറയും, പലതും വരും. അപ്പോൾ എനിക്ക് അതിനൊന്നും വലിയ പ്രശ്നമില്ല. എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഇൻ്റലിജൻസ് ഉണ്ട്. ഒരു 2 ആഴ്ച മുന്നേ ഒരു ഇത് കൊച്ചിയിലത്തെ ആരാണ് പേരെനിക്കറിയില്ല, അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ CP എന്ന് എഴുതി വെച്ചിട്ടുള്ള കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണറുടെ മെസ്സേജ് അയച്ചു. ഇങ്ങനെ ചില മൂവ്മെൻറ്റ് നെഫറിയസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. യെസ്, സെൻഡ് മീ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഡീറ്റെയിൽസ് അയക്കുന്നു. എൻ്റെ അടുത്ത് എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ളത് ഈ കമ്മീഷൻ നമ്മുടെ അടുത്ത് പറയുന്നില്ല. അതായത് ഞാൻ മേജർ രവി എന്ന് പറഞ്ഞിട്ട് പോലും. അപ്പോൾ സാധാരണക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഡ്രഗ്സിൻ്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ആക്ഷൻ എടുത്തോ ഇല്ല എന്നുള്ളത് നമുക്കറിയാൻ പോലും പറ്റില്ല. കാരണം എന്താണ്? ഇവരൊക്കെ ദേ കൂടെ നെക്സസ്. ഇവിടെയാണ് നമുക്ക് സമൂഹത്തിൽ ഒരു പ്ലേസ് വേണം, വേർ ഐ ക്യാൻ സ്പീക്ക് ഫോർ ദ പബ്ലിക് വിത്ത് അതോറിറ്റി. അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരുത്തനായിരിക്കാം, എൻ്റെ കൂടെ പബ്ലിക് ഉണ്ടായിരിക്കും, പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഐ നീഡ് എ പ്ലേസ്. അത് ഒറ്റപ്പാലത്തേർ എന്നെ സെലക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഐ വിൽ പ്രൂവ് ടു ബി എ ഗുഡ് MLA. അല്ലേ? നിങ്ങൾ പറയണം, സാറേ പറഞ്ഞതൊന്നും നടന്നിട്ടില്ല, 2 കൊല്ലമായി ഇറങ്ങിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കാണുന്ന ഗവൺമെൻറ് പോലെ അയ്യപ്പൻ്റെ സ്വർണം കെട്ടാലും ശരി, എന്ത് കെട്ടുമെന്ന് പറഞ്ഞാലും ശരി, മകൾ ബിസിനസ്സിലുണ്ടെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിക്ക് ഈ മുഖ്യമന്ത്രി പലപ്പോഴും ഉമ്മൻചാണ്ടി സാറിന് ഉളുപ്പ്. ഇപ്പം ആ ഉളുപ്പ് തിരിച്ചിങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവില്ല. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ, ഇനിയുള്ള കാലം പറ്റുമെങ്കിൽ ഇതുപോലുള്ള ധാർഷ്ട്യക്കാർക്ക് ഉത്തരം കൊടുക്കാൻ ഒരാളെവിടെയെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഞാൻ ഒറ്റപ്പാലത്തേരായിട്ടുള്ള മാർക്സിസ്റ്റുകാരോടും കൂടെ പറയണം, നിങ്ങളും മനസ്സുകൊണ്ട് വെറുക്കുന്ന ഒരു ലീഡർഷിപ്പാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ എന്നോട് വെറുപ്പ് വേണ്ട. നിങ്ങൾ വെറുതെ തന്നെ സംഘീന്നോ അല്ലെങ്കിൽ BJP എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ, ഇപ്പം പിണറായി വിജയൻ സർക്കാർ പറയുന്ന പോലെ BJP RSS ആണ് വർഗീയർ. നോ, യു ആർ ദ ബിഗ്ഗസ്റ്റ് വർഗീയർ. കാരണം തിരുനാവായ മഹോത്സവം നടക്കുന്ന സമയത്ത് നിങ്ങളാണ് പറഞ്ഞത് അവിടെ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാവും. മലപ്പുറത്താണ് ഗവൺമെൻറ് ഓർഡർ നടത്താൻ പാടില്ല എന്നുള്ളത്. അത് നമ്മൾ കോടതിയിൽ പോയിട്ട് ആൾക്കാരെടുത്ത് വന്നു. എന്നിട്ട് എന്തുണ്ടായത്? ലക്ഷക്കണക്കിന്, അത് വെറും 1-2 അല്ല, ഒരു ദിവസം 13 ലക്ഷം വന്നിട്ടുള്ളൊരു ചരിത്രമുണ്ട് അതിനകത്ത്. ഇവരൊക്കെ വന്നിട്ടും അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വഴക്ക് നിങ്ങൾ കണ്ടില്ലല്ലോ. ഏറ്റവും സന്തുഷ്ടരായിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. ദേ വർ സോ ആക്റ്റീവ് ആൻഡ് ഹെൽപ്ഫുൾ. ഞാനവിടെ പോയ സമയത്ത് ഗേറ്റൊക്കെ തുറന്നിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം
ഞാൻ കണ്ടത് അവർ ചോദിച്ചപ്പോൾ സാറ് ഞങ്ങൾ വണ്ടി ഇപ്പോൾ പുറത്തിട്ടാലും അകത്തിട്ടാലും പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ട്രാഫിക് ജാമൊക്കെ ആവും. ഞങ്ങളെല്ലാ ഗേറ്റും തുറന്നിട്ടുണ്ട്. ഇവരെക്കുറിച്ചാണോ ഈ പിണറായി വിജയൻ സർക്കാർ പറഞ്ഞത് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവുന്നത്? അപ്പം നിങ്ങൾ ഉണ്ടാക്കുകയാണ് കമ്മ്യൂണൽ വയലൻസ്. എന്നിട്ട് വേണം നിങ്ങൾക്ക് ജയിച്ചിട്ട് പോകാം. എന്നിട്ട് നിങ്ങൾ അയ്യപ്പൻ്റെ കക്കും ഗുരുവായൂരപ്പൻ്റെ കക്കും എല്ലാം കട്ടുമുടിപ്പിക്കാൻ വേണ്ടി എല്ലാം ദേവസ്വം ബോർഡിൽ ഏറ്റെടുത്തുകൊണ്ട് ധാർഷ്ട്യം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ. അവർ കാണിക്കുമ്പോൾ തന്നെ അറിയാം ബാക്ക് ഡോറിൽ കൂടെ വന്നിട്ടാണെന്ന് പാർട്ടി ഇതിൽ. അപ്പോൾ അതൊക്കെ നിർത്തണം. വിശ്വാസികളുടെ അമ്പലം വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അതിനെ എന്തുകൊണ്ടെന്നാൽ ഈ പിണറായി സർക്കാർ മുസ്ലിം പള്ളികളിൽ കയറിയിട്ട് നിങ്ങളുടെ വരുമാനം ഞങ്ങൾക്ക് തരണമെന്ന് പറയാത്തത് പേടിയുണ്ട്. ക്രിസ്ത്യൻ പള്ളിയിൽ എന്താ കയറാത്ത അടി കിട്ടും. ഇത് ഹിന്ദുക്കൾ വളരെ എന്ന് പറഞ്ഞാൽ സാത്വികമായിട്ട് വളരെയധികം തന്മയത്തോട് കൂടിയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സമാധാനം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന, ഞാനെപ്പോഴും ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ജന്തുക്കളെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ അധികാരത്തിന് വേണ്ടി നമ്മുടെ അവകാശത്തിന് വേണ്ടി പോലും നമ്മൾ ഫൈറ്റ് ചെയ്യാറില്ല. വിട്ടേക്ക് പോയേക്ക് അങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കും. സോ ആക്ച്വലി സനാതന ധർമ്മികളെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് നിങ്ങൾ ഒരിക്കലും ഒരു ജാതിക്കും മതത്തിനും ഇവിടെ കമ്മ്യൂണൽ വയലൻസിൻ്റെ സ്പേസ് ഇല്ല. ഇവിടെ ഒരു മുസ്ലിമും ആഗ്രഹിക്കുന്നില്ല ഹിന്ദുവിനെ തല്ലിക്കൊള്ളണമെന്ന്, ഒരു ക്രിസ്ത്യാനി ആഗ്രഹിക്കുന്നില്ല മുസ്ലിമിനെ തല്ലിക്കൊള്ളണമെന്ന്. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. 10 വർഷം നിങ്ങൾ ഭരിച്ചല്ലോ. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ ഭരിച്ചുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവുക. ഇല്ല മോനെ, ഇത് ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള സാഹോദര്യത്വം ഇതിനെ നിങ്ങൾ കെടുത്താതിരുന്നാൽ മതി. ഇന്നും പലയിടത്തും ഞാനത് കാണുന്ന സമയത്ത് ഞാൻ പറയും ഇത് ഇവരൊന്നല്ല, നമ്മളാണിതിന് ആക്ച്വലി വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ സെൽഫ്. ജനങ്ങൾ അല്ല. ഞാൻ ഇന്നാൾ ഒരു വഴി കൂടെ വരുന്ന സമയത്ത് എനിക്ക് ഈവനിങ് ആയപ്പോൾ മറ്റേ ഗണേഷ് കുമാർ കളിയാക്കിയ നോമ്പ് തുറക്കുന്ന കഞ്ഞി, അതിന് ഞങ്ങളുടെ ഇവിടെ തരിക്കഞ്ഞി എന്നാണ് പറയുക, പട്ടാമ്പി ഇപ്പോൾ ഇവിടെയൊക്കെ. അപ്പോൾ ഞാൻ ഓരോ ഹോട്ടലിൽ വല്ലപ്പോഴും സൈഡിലൊക്കെ തരിക്കഞ്ഞി തരും. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞെന്താ പറയുക, സാറോട് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തരിക്കഞ്ഞി ഉണ്ടാക്കിത്തരാം. സോ അവന് മനസ്സിലായി എനിക്കിത് ഇഷ്ടമാണ്. അവൻ എന്നോട് ചോദിച്ചില്ല നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ. സോ നിങ്ങളായിട്ട് ഉണ്ടാക്കില്ല ഈ രാഷ്ട്രീയക്കാർ. നിങ്ങളിനി ഒരിക്കലും ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ സഹോദരത്വം ജാതി മതത്തിൻ്റെ കംപ്ലീറ്റ് ഒറ്റക്കെട്ടായി നിൽക്കാൻ ഞങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ വേറെ കാര്യങ്ങൾ പറ. ശരിക്കും അവർക്ക് അതിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു എക്സാമ്പിളിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തു CPM എന്ന് പറയുന്ന പാർട്ടി. അതൊരു മുസ്ലിം യുവാവുമായിട്ടുള്ള വിവാഹമാണ് നടത്തി കൊടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് എന്താണ്, ഇത് കേരള സ്റ്റോറിയാണ്, മൊണാലിസയെ മുസ്ലിം വിവാഹിനകൾ. ഇവിടേക്കാണ് വോട്ട് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു പോസ്റ്റർ ഇട്ടിട്ട് പെട്ടെന്നാണ് ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്തില്ല, എടുത്തു. പിന്നെ അതിൻ്റെ പേരിൽ മേജറുടെ പേരിൽ പങ്കാളിട്ട് എടുത്തു. ഫാക്ട് എന്താണ്, അത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആളുകളത് പ്രൂഫ് ചെയ്തു, അമ്മയുടെ ഇത്. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ എനിക്ക് കാണിച്ചു തന്നു അവരുടെ ലൈവ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ബർത്ത് സർട്ടിഫിക്കറ്റിൽ മൊണാലിസ എന്നാണ് എഴുതിയിരിക്കുന്നത്. മൊണാലിസ പേര് വന്നത് എപ്പോഴാണ്? കുംഭമേളയിൽ. അപ്പം നിങ്ങൾ അതുപോലും ഫേക്ക് ചെയ്തിട്ട് ഈ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അപ്പം ഇപ്പം തന്നെ ഞാൻ എല്ലാം ഫാക്ട് ചെക്കണം കണ്ടുപിടിക്കുന്നത്. മൊണാലിസ, ഹൗ ക്യാൻ ബി ഇറ്റ് മൊണാലിസ ബർത്ത് സർട്ടിഫിക്കറ്റിൽ 20 വർഷം മുന്നേ അല്ലെങ്കിൽ 18 വർഷം മുന്നേ ഷീ വാസ് ഈ മൊണാലിസ എന്ന പേര് കൊടുത്തത് ആദ്യം റിപ്പോർട്ട് ചെയ്ത മൊണാലിസയുടെ കണ്ണുപോലെ എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ എഴുതി മൊണാലിസ ഓഫ് കുംഭമേള എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ കുട്ടി മൊണാലിസ ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയും മണ്ടന്മാരാക്കാൻ നോക്കുന്നു. ഗോവിന്ദൻ മാഷും ഇവരൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണ്, ഇവരെന്തോ കമ്മ്യൂണിസം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ മറ്റതാണ് നവോത്ഥാനം ഒന്നുമല്ല. അവരിതിനിടയ്ക്ക് കൂടെ ഒരു കച്ചവടം നടത്തി നോക്കുകയാണ്. പക്ഷെ അവരുടെ അടിയറ ഇളകി കിടക്കുകയാണ്. അവരിപ്പോഴും സമ്മതിക്കില്ല, അത് വേറെ കാര്യം. അത് മൂപ്പര് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പോലെ ഞങ്ങളിവിടെ 20 സീറ്റ് ജയിക്കുമല്ലോ, 20 എന്നിട്ട് ഒന്നായപ്പോൾ അതിപ്പോൾ ഇലക്ഷനല്ല, അങ്ങനെയൊക്കെ ആവും. അപ്പം അവർ പറയുന്നത് ഇപ്പോൾ കേൾക്കാൻ പോലും നമുക്ക് താല്പര്യമില്ല. ദർ ഇസ് നോ ക്രെഡിബിലിറ്റി ഇൻ ദാറ്റ്. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ വീണ ജോർജിൻ്റെ കേസിനകത്തൊക്കെ വാട്ട് ഡ്രാമ, വാട്ട് ഡു ദ തിങ്ക്. ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിയില്ലാന്നോ? ആ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറേ യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയൊന്നല്ലല്ലോ. അപ്പം അവിടേക്കാണ് ഞാൻ തീരുമാനിച്ച് എന്നൊന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒക്കെ എനിക്ക്
അവിടെ ഡയറക്റ്റായിട്ട് സംസാരിക്കാമല്ലോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും. അല്ല ഈ ഫേസ്ബുക്കിൽ ഇരുന്ന് പറഞ്ഞിട്ട് അത് എത്ര റീച്ച് എന്നുള്ളതല്ല. അവിടെയാണെങ്കിൽ പരസ്യമായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ മാറ്റത്തിന് വേണ്ടിയിട്ടാണോ BJP തിരഞ്ഞെടുത്തത്? BJP ഞാൻ പണ്ടേ രാഷ്ട്രസ്നേഹമുള്ളതാണ്. രാഷ്ട്രസ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്നെ സംഖ്യയാക്കാറുണ്ട്. അതെ. ദാറ്റ് മീൻസ് വാട്ട്? BJP അല്ലെങ്കിൽ RSSകാരാണ് രാഷ്ട്രസ്നേഹത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ നിങ്ങളത് പറയുമ്പോഴത്തേക്കും അത് സംഖ്യയാണ്. കീഴ്ചക്ര ഇറങ്ങിയപ്പോൾ തന്നെ സംഖ്യ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ല തുടങ്ങിയത്. പിന്നീട് അത് കറക്റ്റായിട്ടുള്ള അതിൽ പലരും മനസ്സിലാക്കി ഇയാൾ പറഞ്ഞ സത്യാവസ്ഥകളും രാജ്യസ്നേഹമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള രാജ്യസ്നേഹം എന്നെക്കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ അവർക്ക് ക്യൂബയാണ് വലുത്. ഇവിടുത്തെ യുവജന കമ്മീഷൻ്റെ ആ പെൺകുട്ടി അവിടെയൊക്കെ പോയിട്ട് ക്യൂബയിൽ പോയിട്ട് ക്യൂബയെക്കുറിച്ച് പറയുന്നു. ഇവിടെ ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് താഴ്ത്തി പറയാൻ എന്തൊരു ഉത്സാഹമാണെന്നറിയും. അപ്പം അങ്ങനെ രാജ്യസ്നേഹമല്ലത്, രാജ്യദ്രോഹമാണത്. ഞാൻ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് കഴിക്കുന്നു, ഇവിടെ നിന്നുകൊണ്ട് കുടിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ തൂക്കിക്കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ അതിനെ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയുടെ യാത്ര നടത്തിയിരുന്നു. ആ സമയത്ത് ചെടിച്ചട്ടി വെച്ചിട്ട് അടിച്ചില്ലേ നിങ്ങൾ? അതെ. ഇതൊക്കെ ജനങ്ങൾ മറക്കണോ? അത് കോൺഗ്രസ്സുകാരെയാണെങ്കിലും ആരെയാണെങ്കിലും ശരി, നിങ്ങളെ ഒപ്പോസ് ചെയ്യുന്നവരെ നിങ്ങൾ തട്ടിക്കളയാം. എന്നിട്ട് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയതാണെന്ന്. എന്തൊരു ഇളിഞ്ഞ ന്യായങ്ങളാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇനി ഈ ഒരു കമ്മ്യൂണിസം തിരിച്ചിങ്ങോട്ട് വരുമെന്നുള്ളത് ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഒരിക്കലും അവർ വരാൻ സമ്മതിക്കില്ല. കാരണം അത്രയും ജനങ്ങൾ അനുഭവിച്ചു. ഒരു പാവപ്പെട്ട അമ്മ എന്തെങ്കിലും പറയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും മാറിക്ക് തള്ള എന്നൊക്കെ പറയുന്നൊരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടതാണ്. തള്ള ഒരു മെച്ചുവേർഡായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ലാംഗ്വേജാണത്. അതിന് കുട്ടികൾ സെൽഫി എടുക്കാൻ വന്ന് ലാസ്റ്റിലും ഭ്രാന്ത് പിടിച്ചിട്ട് ആരോ സെൽഫി എടുക്കുന്ന കുട്ടി പിന്നെ അവർ ഇരുന്ന് മെഴുകുന്നുണ്ട് ന്യായീകരിക്കാൻ വേണ്ടി. എത്ര ഇതൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴേക്കൊക്കെ. പക്ഷേ വലിയൊരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ PR വർക്ക് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. PR വർക്ക് നടക്കുന്നത് എൻ്റെ പൈസ എടുത്തിട്ടാണ്. നിങ്ങളുടെ PRD കൊണ്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് പബ്ലിസിറ്റി കമ്മ്യൂണിസ്റ്റിൻ്റെ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം അതിർത്തിയിൽ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഒരു പൊളിറ്റിക്കൽ വാറിലേക്ക് എത്തുമ്പോൾ അത് ഇതിലേതായിരിക്കും എളുപ്പം എന്നാണ് സാറിന് തോന്നുന്നത്? എളുപ്പം അതിർത്തിയിലാണ്. കാരണം നമ്മുടെ കയ്യിൽ തോക്കുണ്ട്, മുമ്പിൽ നിൽക്കുന്നതിനെ കൊല്ലാനുള്ള അധികാരമുണ്ട്. ആ മുമ്പിൽ നിൽക്കുന്നവൻ ശത്രുവാണെന്നുള്ള ഉറപ്പുമാണ്. പൊളിറ്റിക്സിൽ എന്താണെന്ന് അറിയുമോ? മുമ്പിൽ നിന്ന് ചിരിച്ച് കാണിക്കുന്നവൻ ആ ബോർഡറിൽ നിന്നിരുന്ന ശത്രുവിനേക്കാൾ വലിയ വിഷമായിരിക്കും ചിലപ്പോൾ. രാഷ്ട്രീയത്തിൽ അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ എവിടുന്ന് കുതികാല് വെട്ടും, എപ്പം എന്ത് ചെയ്യും, അപ്പം നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നത് നമ്മളാർക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ജനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ജനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ യുവമാരൊന്നും മുന്നിൽ നിൽക്കില്ല. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജനകീയ നേതാക്കന്മാരെന്ന് പറയുന്നത്. ഇപ്പോൾ PT തോമസ് സാർ മരിച്ചുപോയി. അത് ഏത് പാർട്ടിക്കാരനായാലും ശരി എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. അദ്ദേഹം നിന്ന് അസംബ്ലിയിലൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരാൾക്ക് ഉത്തരവില്ല. പിണറായി വിജയനൊക്കെ നിന്ന് വിറക്കിയായിരുന്നില്ലേ അദ്ദേഹം പറയുന്ന സമയത്ത്? കാരണം അത്രയും ഫാക്റ്റിലാണ് സംസാരിക്കുക. അതൊക്കെ രാഷ്ട്രീയക്കാർ. പക്ഷേ എവിടേക്കും ഇതൊക്കെ ഈ എത്തിക്സൊക്കെ പോയിരിക്കുന്നു. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് എന്തുണ്ടാക്കാം, എൻ്റെ മകൾക്ക് എന്തുണ്ടാക്കി കൊടുക്കാം, എൻ്റെ മരുവന് എന്തുണ്ടാക്കി കൊടുക്കാം, എൻ്റെ അച്ഛൻ എന്ത് കൊടുക്കാൻ പറ്റും, എൻ്റെ മകൻ എന്ത് കൊടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയമായിട്ട് മാറിയിരിക്കുന്നു. അവിടെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈറ്റ് വിത്ത് ദിസ് പീപ്പിൾ.